നമസ്കാരം, ജയനാണ് റാസൽ കൈമെന്ന്. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു ഫിറ്റ്നസിന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ അത് ഒരുപാട് ഫിറ്റ്നസ് ഇനി പോവാൻ പറ്റാതെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടി കഴിഞ്ഞ ഒരു ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്താണെന്ന് ഉള്ളൊരു ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ എങ്ങനെയാണ് അവർ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജിമ്മിന് പോകുമ്പോഴായാലും ഫിറ്റ്നസിന് പോകുമ്പോഴായാലും ഒരു ഫിറ്റ്നസ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും തുടക്കം മാത്രം ചില ആൾക്കാർക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുള്ളൂ. ആ സ്റ്റാർട്ടിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടമാനം അവര് ആ ഫിറ്റ്നസ് നിലനിർത്തിക്കൊണ്ടുപോകും. അപ്പോൾ ചില ആൾക്കാർക്ക് അത് തുടങ്ങാൻ ഒരുപാടാണ്. ഇപ്പൊ ജിമ്മിന് പോകുന്ന ആൾക്കാർ തന്നെ പറയും, ഞാൻ നാളെ ജിമ്മിന് പോവാം, മറ്റന്നാൾ പോവാം, ഞായറാഴ്ച പോവാം, തിങ്കളാഴ്ച പോവാം, ചൊവ്വാഴ്ച പോവാം. പക്ഷെ രാവിലെ എഴുന്നേറ്റ് പോകുന്നത് ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ കുറെ ആൾക്കാര് ചിലപ്പോ 10 മണിക്കാവും ഓഫീസ്, അപ്പോൾ ഒരു 8 മണി 9 മണി വരെ കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് 9-9:15 ആകുമ്പോൾ കുളിച്ച് ഒരുങ്ങി ഓഫീസിൽ പോകുന്ന ആൾക്കാർ. ചില ആൾക്കാർക്കാണെങ്കിൽ ഓഫീസിൽ 7 മണിക്കുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് പറയും, നമുക്ക് ഓഫീസുള്ള കാരണം പോകാൻ പറ്റുന്നില്ല, ജിമ്മ് നമുക്ക് പോകണമെന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരെ, എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരെ പരമാവധി ഞാൻ ഒരു ഫിറ്റ്നസിൻ്റെ ഒരു മോട്ടിവേഷൻ ഇങ്ങനെ കൊടുത്തിട്ട്, നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞു. നമ്മുടെ ശരീരം എല്ലാ ദിവസവും 1 മിനിറ്റെങ്കിലും നമ്മൾ ഒന്ന് ആലോചിക്കണം. നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും സ്വന്തമായ ഒരു സാധനം ഉള്ളത് നമ്മുടെ കയ്യിൽ, ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയുള്ളത് നമ്മുടെ ഈ ശരീരം മാത്രമേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിനെ മറന്നിട്ട് ജീവിക്കുന്ന ആൾക്കാരെല്ലാം എത്ര ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്, ഞാനടക്കം എത്ര പേര് നമ്മുടെ ഈ ശരീരത്തിൽ മറക്കുന്നു. നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ കഴിച്ചും, തിന്നാൻ പാടില്ലാത്ത സാധനങ്ങൾ തിന്നും, കുടിച്ചും മതിച്ചും നടക്കും. അവസാന കാലഘട്ടത്തിൽ നമുക്ക് തോന്നും ഇതൊന്നും വേണ്ടായിരുന്നില്ല എന്ന് തോന്നും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയ ആൾക്കാർക്ക് വീണ്ടും പശ്ചാത്താപിക്കേണ്ട ഒരു കാര്യങ്ങൾ വരും. നമ്മുടെ അവസാനം ഇപ്പോ ഒരു ഭയങ്കര പണക്കാരനാണ്, ഇഷ്ടം പോലെ കാശുണ്ട്. അയാള് അവസാനമാകുമ്പോൾ അയാൾക്ക് അസുഖം വന്നിട്ട് അയാൾ പറയാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കാശുണ്ടാക്കാനായിട്ട് ഓടി നടക്കുകയായിരുന്നു. ആ സമയത്തൊന്നും എനിക്ക് ശരീരത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. കാശ് വന്നപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് വൈകിപ്പോയി. നല്ല ചികിത്സ, നല്ല ഡോക്ടർ, നല്ല ഫെസിലിറ്റി, അമേരിക്കയിൽ വരെ പോയി ചികിത്സിക്കാനുള്ള കാശ്, എന്ത് കാര്യം, അവസാനം കോടിക്കണക്കിന് സ്വത്ത് അനാഥായി പോയി. അപ്പൊ നമ്മള് പണം എന്ന് പറഞ്ഞ സാധനം അത് അടക്കി വെച്ച് അവിടെ ഇരിക്കും. നമുക്ക് പണത്തിനെ സ്നേഹിക്കരുത് ആരും, ശരീരത്തിനെ സ്നേഹിക്കാൻ നോക്കും. ആരും ഈ പറയുന്ന കാര്യങ്ങൾ ഞാനടക്കം അങ്ങനെ ചിന്തിക്കില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചു കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഇതിൽ കൂടെയൊക്കെ കടന്നുപോയ ഒരു വ്യക്തിയായ കാരണമാണ് എൻ്റെ അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്താലൊരു മോട്ടിവേഷൻ കിട്ടുക. അത് ചെയ്തപ്പോൾ എന്താ ഉണ്ടാവുക, അത് ചെയ്താൽ നീ എന്താ ഉണ്ടാവുക, അങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അമ്മ പറയണ അത് ചെയ്യല്ലേ മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തപ്പോ എന്താ, ചില ആൾക്കാർ ഒന്നും വേണ്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്തു നോക്കും. മനസ്സിലായോ? അപ്പോ നമ്മുടെ ശരീരത്തെ മറന്ന് ജീവിക്കുന്ന ആൾക്കാർ എന്നും അത് പശ്ചാത്തലപ്പിക്കേണ്ടി വരും. അതിപ്പോ ഞാനിപ്പോ എന്റെ ചാനൽ കണ്ടിട്ട് പറയാണ്, ഇപ്പോ നിങ്ങളോട് പറയാണ്, ഇതിപ്പോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് കുറെ വ്യൂസും ഇതും കുറെ കാശ് കിട്ടാനും വേണ്ടിയിട്ടൊന്നും, നിങ്ങളിപ്പോ കണ്ടാലും കണ്ടില്ല എനിക്കൊന്നും ഒരുപോലെയുള്ളൂ. പക്ഷെ ഒരു 50 പേര് വന്ന് കാണുമ്പോ അതിൽ ഒരാളെങ്കിലും തോന്നും എനിക്ക് നാളെ എൻ്റെ ശരീരത്തെ സ്നേഹിക്കണം, എൻ്റെ ശരീരത്തിന് വർക്കൗട്ട് ചെയ്യണം, എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം, അസുഖങ്ങളും കുറച്ചു കാലം കൂടിയും എൻ്റെ ജീവിതം നീട്ടിക്കിട്ടണം. കറക്റ്റാണ്. നമ്മൾ നല്ല ഫിറ്റ്നസ്സും നല്ല ഭക്ഷണങ്ങളും നല്ല കാര്യങ്ങളും നല്ല ചിന്തകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ചു കാലം കൂടി നീണ്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ കുറേ എന്താ പറയാ, കുറേ പൊട്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൂടുതൽ അടുത്തടുത്തോട്ട് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുക, നമ്മുടെ ശരീരത്തെ കുറിച്ച് ആലോചിക്കുക. ടെൻഷൻ, ഇപ്പൊ ഇന്ന് ടെൻഷൻ ഇല്ലാത്ത ആൾക്കാർ ഒരാളും ഇല്ല. ആദ്യത്തെ ടെൻഷൻ എന്താ? പണമില്ലാത്ത ടെൻഷൻ.
രണ്ടാമത്തെ ടെൻഷൻ എന്തുട്ടാ? പണമുള്ളവർക്ക് അസുഖങ്ങളുള്ള ടെൻഷൻ. അസുഖങ്ങൾ എങ്ങനെ വരും? നമ്മൾ സ്വയം വരുത്തി വയ്ക്കുന്നത് തന്നെയാണ്. ഈ അസുഖങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നിട്ട് അവസാനം പറയും ഷുഗർ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്, പ്രഷർ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്, കൊളസ്ട്രോൾ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. ഇതൊക്കെ നമ്മളല്ലേ ഉണ്ടാക്കണേ? ദൈവം തരുന്നതെന്ന് പറയും അവസാനം. എങ്ങനെ ദൈവം തരുന്നത്? ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനെല്ലാം പരിഹാരമുണ്ട്. പക്ഷെ നമുക്ക് ആ പരിഹാരം വേണ്ട, അല്ലേ? നമുക്ക് ആ പരിഹാരം വേണ്ട. പക്ഷെ നമ്മൾ കുട്ടിയായിട്ടിരിക്കുമ്പോഴും വലുതായിട്ടിരിക്കുമ്പോഴും ഒരേ മൈൻഡിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ തത്വമായിട്ട് ജീവിച്ചു നോക്കി, കറക്റ്റ് ഒരു തത്വമായി ജീവിച്ചു നോക്ക്. നമ്മുടെ ശരീരം എങ്ങനെയായിരുന്നോ ചെറുപ്പം മുതൽ അവസാനം വരെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ഇടയ്ക്ക് കണ്ണാടിയൊക്കെ നോക്ക്, അപ്പൊ മനസ്സിലാവും നമുക്ക്. ഇപ്പൊ ഞാനിത് പറയുമ്പോ കുറെ പേർക്ക് ഇവനാണ് നമ്മളെ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞ് ഇതാക്കിയതാക്കി, സ്വന്തം ശരീരം നോക്കണോ എന്ന് പറയും അവസാനം. നമ്മൾ ഇത് പറയുമ്പോ ഒരു 10 പേരെങ്കിലും ഒരു മെസ്സേജ് ഇത് വായിച്ച് കാണുമ്പോ, അല്ലെങ്കിൽ ഇത് കണ്ടു കാണുമ്പോ, സോഷ്യൽ മീഡിയ കൂടെ കണ്ടു കാണുമ്പോ, യൂട്യൂബ് ചാനൽ കൂടി കാണുമ്പോ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അതിൽ ഒരാളെങ്കിലും തിരിഞ്ഞു നന്നാവില്ലേ? അത്ര മതി എനിക്ക്. അത്രയും ഹാപ്പിനെസ് ആയി. അപ്പൊ അത്രയും നല്ല ഒരാൾക്ക് ഒരു മെസ്സേജ് കൊടുത്തു, ഈ സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുത്തു. ഇന്ന് എത്ര ആൾക്കാർ നശിക്കുന്നുണ്ട്, സ്വയം നശിക്കുന്നുണ്ട്. അവസാനം അവർക്ക് പശ്ചാത്താപം ഉണ്ടാവും, ഇതെല്ലാം ഞാൻ ചെയ്തറിഞ്ഞാണ്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത്, മനസ്സിലായ? അല്ലാണ്ട് ഇപ്പൊ നിങ്ങള് മാർഷൽ ആർട്സ് പഠിച്ചിട്ടോ, ഫിറ്റ്നസ് പഠിച്ചിട്ടോ, ബോക്സിംഗ് പഠിച്ചിട്ടോ, അല്ലെങ്കിൽ ജിമ്മിൽ പോയി പഠിച്ചിട്ടോ, ഇതൊന്നും പഠിച്ചിട്ട് എനിക്കൊരു ഗുണം കിട്ടാൻ പോകുന്നില്ല. ഗുണം ആർക്ക് കിട്ടും? നിങ്ങൾക്ക് തന്നെ കിട്ടും. നിങ്ങൾ എന്ത് നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് ചെയ്യുന്നു. ഇന്ന് കുറച്ച് നമ്മുടെ ടോക്ക് കുറച്ച് കൂടുതലായി പോകും. പക്ഷെ എന്നാലും ഞാൻ ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്താം. 2 കാര്യങ്ങൾ പറയാം. ഇന്നത്തെ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്തുട്ടാ? പെട്ടെന്ന് പണക്കാരനാവണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല പാർപ്പിടം വേണം, നന്നായി അടിച്ചു പൊളിച്ച് ജീവിക്കണം. പക്ഷെ ഒരു വിഭാഗമുള്ള ആൾക്കാരുണ്ട്, തിന്നണം, എന്തും തിന്നണം, ഫുഡ് കഴിക്കണം, കുടിക്കണം, മതിക്കണം, പിന്നെ എൻജോയ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഇതുള്ളൂ. ശരീരം നോക്കണമെന്നോ ശരീരത്തിലെ കാര്യങ്ങളോ. നമ്മൾ ആദ്യമൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ മറ്റുള്ള ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാൽ മീറ്റ് ആഹാരങ്ങൾ നമ്മൾ വളരെ കുറവ് കഴിക്കുള്ളൂ. അല്ല കല്യാണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ, അങ്ങനെ. ഇന്ന് നമ്മുടെ ജീവിത ശൈലി മാറി, നമ്മുടെ ജീവിത ശൈലികൾ മാറി. ഇപ്പൊ ക്യാൻസർ ഇല്ലാത്ത ഒരു പഞ്ചായത്തിന്റെ ഒരു 10 പേർക്കെങ്കിലും ക്യാൻസർ ഇല്ലാത്ത സ്ഥലമല്ലേ? ഹാർട്ട് അറ്റാക്ക് ഇല്ലാത്ത ഒരു സ്ഥലമല്ലേ? സ്ട്രോക്ക് ഇല്ലാത്ത ഒരു സ്ഥലമല്ലേ? ഇന്ന് നമ്മുടെ ചുറ്റുഭാഗത്തും മരിക്കുന്ന ഹാർട്ട് അറ്റാക്കിന്റെ എണ്ണം നോക്കി ചുരുങ്ങിയത് ഒരു 50-60 നമ്മുടെ പഞ്ചായത്ത് ഏരിയയിൽ തന്നെ മരിക്കുന്നുണ്ട്. ബ്ലഡ് പ്രഷർ തലക്കടിച്ചിട്ട് മരിക്കുന്ന ആൾക്കാരെ തന്നെ, സ്ട്രോക്ക് വന്ന് മരിക്കുന്ന ആൾക്കാരുണ്ട്, ക്യാൻസർ വന്ന് മരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സ്വയം വരുത്തി വെക്കുന്നതിന് അവസാനം പറയാന്നിട്ട് കുറ്റം പറയാ, ഫുഡ് ശരിയല്ല, അത് ശരിയല്ല. നമ്മുടെ ശരീരത്തിൽ ഒരു അസുഖം കയറിയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും അത്. അപ്പോൾ പറയാം അവസാന നിമിഷത്തിലേക്ക് കണ്ടേന്ന് പറയാം. ചില ആൾക്കാർ അത് മൈൻഡ് പോലും ചെയ്യില്ല. ശരീരം വാണി സിഗ്നൽ തന്നു, ഒരു മൈൻഡും ചെയ്യില്ല. എന്തൊക്കെയാണ് വാണി സിഗ്നല്, എന്താണ് ശരീരത്തിന് മാറ്റം വന്നത് അന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? അതുപോലും ചിന്തിക്കാൻ നേരമില്ലാത്ത ആൾക്കാരാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് വീഡിയോസ് കാണാനും കുക്കിങ്ങിന്റെ ചാനൽ കാണാനും പിന്നെ മോട്ടിവേഷനായിട്ട് ആരെങ്കിലും തിന്നുന്നത് കാണുന്നതിനും അങ്ങനെയുള്ളതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുള്ളൂ 100%. 1 മിനിറ്റ് 5 മിനിറ്റ് ഒരു വീഡിയോ ഒരാളുടെയും കാണുന്നില്ല, ഞാനടക്കമുള്ള ആൾക്കാർ മൊത്തം. പക്ഷെ ഒരു 5 മിനിറ്റ് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നവർ കേട്ടിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയത് എന്തിനു ഗുണം ചെയ്യും? നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും. അവസാനം നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. അവസാനം നമ്മളും നമ്മുടെ ശരീരം മാത്രം ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. ഖബറിലേക്ക് പോകുമ്പോ നമ്മളും നമ്മുടെ ശരീരം മാത്രം ഉണ്ടാവുള്ളൂ. കുറെ ആൾക്കാരെ കുഴിച്ചിടും, കുറെ ആൾക്കാർ കത്തിച്ചളയും, കുറെ ആൾക്കാര് കല്ലറയിൽ കൊണ്ടുപോയി അടക്കി വെച്ച് ഇതൊക്കെ വെച്ച് ഇരിക്കും. അപ്പോ ഇപ്പോഴുള്ള സമാധിയാക്കി വെക്കും കുറെ ആൾക്കാരെ. അപ്പോ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സമയം തരും. അപ്പൊ ആ സമയം എന്തിനാണ് എത്രയും പെട്ടെന്ന് അടുപ്പിക്കുന്നത്? അത് കുറച്ച് അകത്തി കൊണ്ടുവന്നൂടെ? അതിന്
നല്ല കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. ഇതിലും നല്ല കിടിലമായിട്ടുള്ള അടുത്ത വീഡിയോയിൽ കാണാം. അതിന് താങ്ക് യു സോ മച്ച്. ഓസ്.